ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു നോമ്പ് തുറ വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പം ആദ്യം തന്നെ ഉമ്മച്ചി ഇവിടെ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായി, കുറച്ച് നമ്മുടെ ഉലുവ കൂടി ഇട്ടിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിലോട്ട് ഒരു ചെറിയൊരു തക്കാളി, ഒരു 2-3 പച്ചമുളക്, കറിവേപ്പില കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കണം. ഈ ഒരു സംഭവമാണ് ഇതിന് കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിക്ക് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മളിത് താളിച്ച് ഒഴിക്കണില്ല. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. അതിനുശേഷം എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ ബീഫ് കറി ഉണ്ടാക്കുന്ന സമയത്ത് എരിവുള്ള മുളക് പൊടിയും ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കുമ്പോഴേ എരിവുള്ളതും കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കും കേട്ടോ. അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലാ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി കിട്ടുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ, ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ടെടുത്തതും മറന്നുപോയതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ കസൂരി മേത്തിയും കാശ്മീരി മുളക് പൊടി നല്ലൊരു കളറ് കിട്ടാനായിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം, നമുക്ക് എത്രത്തോളം കറി കട്ടി വേണം എന്ന് ഈ ഒരു സമയത്ത് തീരുമാനിക്കണം കേട്ടോ. പിന്നീട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബീഫ് കഴുകി വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ അതാ നമ്മുടെ മസാല എല്ലാ ഭാഗത്തും, നമ്മളെ ഈ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ആയിട്ടിട്ടുണ്ടോ. ഇനി നമ്മൾ ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ബീഫ് ഒരു 4 വിസിൽ വരുന്നത് വരെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി ഇത് ഓപ്പൺ ആക്കി എടുത്തിട്ട് ആ ഒരു രീതിയിലാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ പെങ്ങളുണ്ട് ഇവിടെ സവാള അരിയാണ്. അപ്പോൾ ഇതെന്തിനാണെന്നല്ലേ, നമ്മുടെ സമൂസ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ. അത് മുത്തായത്തിനുള്ളതാണ്. അപ്പം മാങ്ങ കിട്ടിയിട്ടുണ്ട്, പച്ചമാങ്ങ. അപ്പം പച്ചമാങ്ങ ചമ്മന്തിയാണ്. കാന്താരി മുളക്, കുറച്ച് ഇഞ്ചി, മാങ്ങ ഇട്ട് കൊടുത്തിന്, ഒരു വെളുത്തുള്ളി, കുറച്ച് 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിലൊക്കെ അരഞ്ഞാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്നുകൂടി നന്നായിട്ട് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി ഞാൻ ഒന്നുകൂടി കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കണ്ടേ. താഴത്തിനുള്ള കഞ്ഞിയാണ് കേട്ടോ ഇവിടെ റെഡി ആവുന്നത്, കുറിയരി കഞ്ഞിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിനി. അപ്പോൾ ഇത് ഡെയിലി ആയിട്ട് നമ്മൾ ഓരോ ദിവസത്തെ വിഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ ചെറിയ അരി നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് കഴുകി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അടുപ്പിലാണ് വെക്കുന്നത്. അടുപ്പിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കഞ്ഞിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതാ ഇവിടെ തരിക്കഞ്ഞും ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തരിക്കഞ്ഞി നമ്മളെ വീട്ടിൽ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു ദിവസം തരിക്കഞ്ഞി കാണിച്ചിനി, ഇതൊരു വേറെ രീതിയിലാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ ഒരു സമൂസ മസാല ഇവിടെ നേരത്തെ സവാള അരിഞ്ഞിനിയല്ലോ, അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടാറാനായിട്ട് വെച്ചാണ്. അപ്പോൾ ഇന്നത്തെ സമൂസ കുറച്ചൊരു സ്പെഷ്യലാണ്. അപ്പോൾ ഈ ഒരു കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്യും, ചൂടാക്കിയെടുക്കും. ചൂടാക്കിയാണ്ട് ബീഫ് കറി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് നമ്മൾ കഴിക്കാനാകുമ്പോഴത്തേന് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്നും കൂടി ചൂടാക്കി കുറച്ച് മല്ലിയിലൊക്കെ ആ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കണില്ല. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ബീഫ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമൂസ കുറച്ച് സ്പെഷ്യലാണെന്ന്. അപ്പോൾ വെജിറ്റബിളും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കറിയിൽ നിന്ന് കുറച്ച് ബീഫൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഈ ഒരു രീതിയിൽ മുറിച്ചിട്ട് ചെറുതായിട്ട് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ വെജിറ്റബിളിൻ്റെ കൂടെ, അതായത് ഗ്രീൻ പീസ് ഉണ്ട്, അതേപോലെ നമ്മുടെ പൊട്ടറ്റോ ഉണ്ട്, അതെല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സാണ്. അതിലോട്ട് ഈ ഒരു ബീഫും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞ് പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പത്തിരി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിന്, ഫുൾ റെസിപ്പി കാണിച്ചില്ല. അപ്പോൾ പത്തിരി ഇവിടെ വെച്ച് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പത്തിരിയൊക്കെ രാവിലെ തന്നെ ഇവിടെ ഫുള്ള് പരത്തിയൊക്കെ തയ്യാറാക്കി വെക്കേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞതാ കഞ്ഞിയൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഞാനിങ്ങനെ ഈ പറയുന്നതനുസരിച്ച് കുറച്ച് ടൈം പിടിച്ചിട്ടാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഈ സമൂസ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു രീതിയിലാണ് പൊതിഞ്ഞെടുക്കുന്നത്, ഇതുപോലെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കോണാക്കിയെടുത്ത് അതിലോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുത്ത് ആ ഒരു രീതിയിലാണ് ഞാൻ ഞാൻ പൊതിഞ്ഞെടുക്കുന്നത്. പെങ്ങൾ വേറൊരു രീതിയിലാണ് പൊതിഞ്ഞെടുക്കുന്നത്, ഞാനന്ന് കാണിച്ചിനി. അപ്പോൾ ഇതുപോലെ പൊതിയാനാണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പം, അവൾക്ക് ആ ഒരു രീതിയിലാണ് പൊതിയാൻ എളുപ്പം.
അപ്പം സമൂസ പൊതിയുന്ന പരിപാടിയൊക്കെ എനിക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ ഇത് മുഴുവനായിട്ട് ഇവിടെ 2-3 ദിവസത്തിന് ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മൊഹബത്ത് കാ സർബത്താണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിനായിട്ടുള്ള എന്താ പറയുക ഈ ഒരു കസ്കസ് ഇവിടെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചാണ്. അതോടൊപ്പം തന്നെ പാല് തിളപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചാണ്. അതൊക്കെ ചൂടാറി കഴിഞ്ഞപ്പം ഇതാ വത്തക്ക ഇതുപോലെ എങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഇതുണ്ടാക്കുന്നത് ഞാനില്ല, ഇത്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതുപോലെ മുഴുവനായിട്ട് ഈ വത്തക്ക മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വത്തക്ക ആദ്യം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിൻ്റെ മുമ്പേ ഇത് നന്നായിട്ട് കവർ ചെയ്യണം. കവർ ചെയ്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ കവർ ചെയ്യാതെ വെക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞിതാ ഒന്നുകൂടി നമ്മളെ ഈ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഒരു ചെറിയൊരു ആ ഒരു തരിപ്പായിട്ട് വേണം നമുക്ക് കിട്ടാൻ. അതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാല് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പം പാലിത് ഞാൻ തിളപ്പിച്ചിട്ട് ആ ഒരു രീതിയിലാണ്, കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ റുഹഫ്സാൻ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം അത് നമ്മൾ ആ കസ്കസ് സോക്കാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് ഈ ഒരു റുഹഫ്സൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് കുടിക്കാനായിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, കുടിക്കും അത്രേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് നന്നായിട്ട് തണുപ്പൊക്കെ വേണം. അപ്പോൾ ഐസ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോമ്പ് തുറക്കണതിൻ്റെ കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടാൽ ആ ഒരു അരമണിക്കൂറല്ല, ഒരു 10-20 മിനിറ്റ് മുമ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന്. അപ്പോൾ ഈ ഒരു സംഭവത്തിലോട്ട് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കരുത് കേട്ടോ. കൂടിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ നോമ്പ് തുറക്കണ സമയമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് മതി, പഞ്ചസാര ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതും കൂടിയിട്ട് സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയുമോ, ഈ ഒരു സംഭവം കേട്ടോ, കപ്പ. നമ്മളെ വീട്ടിലുണ്ടായിട്ടൊരു മഞ്ഞൾ കപ്പയാണ്, മഞ്ഞ കളറിലാണ് ഇതൊരു വെന്തി ഉണ്ടെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ അതും കൂടി വേവിക്കാനായിട്ട് ഉമ്മച്ചി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇതുപോലെ വേവിക്കാൻ ഉപ്പൊക്കെ വെച്ച് ഉമ്മച്ചി ഉപ്പിട്ട് കണ്ട് തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഷോട്ട് മിസ്സായിപ്പോയി, ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ. ഓക്കെ, ബൈ.